സർവത്ര തിരക്കിൽപ്പെട്ട് മോഹൻലാൽ. ആദ്യം ലാലേട്ടനും 2 ദിവസത്തിനു ശേഷം മമ്മൂക്കയും കൊളംബോയിലെ താജ് ഹോട്ടലിലെത്തിയതോടെ മലയാള സിനിമ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന സിനിമയ്ക്ക് തുടക്കമായി. 4-5 ദിവസത്തെ ഷൂട്ടിന് ശേഷം ലാലേട്ടൻ തിരികെ എമ്പുരാന്റെ പാലക്കാട്ടെ ലൊക്കേഷനിൽ ജോയിൻ ചെയ്തു. മലമ്പുഴ കാട്ടിലും ഷൂട്ടിംഗ് നടന്നുവരുന്ന എമ്പുരാനിലെ പ്രധാന ആക്ഷൻ സീനാണ് ചിത്രീകരിക്കുന്നത്. എമ്പുരാന്റെ പ്രധാന ഹൈലൈറ്റ് ആകുന്ന ഫോറസ്റ്റ് ഫൈറ്റ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഫയർഫോഴ്സിന്റെ വാഹനങ്ങളും കാണാം. കഴിഞ്ഞ ദിവസം സിനിമയുടെ ലൊക്കേഷനിൽ സംവിധായകൻ റാം ഗോപാൽ വർമ്മ വന്നതിന്റെ ഫോട്ടോ പൃഥ്വിരാജ് പങ്കുവച്ചിരുന്നു. ലാലേട്ടനൊപ്പമുള്ള RGVയുടെ സെൽഫി സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സ്റ്റണ്ട് സിൽവയ്ക്കൊപ്പം പൃഥ്വിയും ചേർന്ന് ചിട്ടപ്പെടുത്തുന്ന കിടിലൻ ഫൈറ്റ് സീനുകളാണ് എമ്പുരാനിൽ ഉടനീളം കാണാൻ പോകുന്നത്. ഡിസംബർ ആദ്യ ആഴ്ചയിൽ പാക്കപ്പ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് നിർമ്മാതാക്കൾ. അതേസമയം മഹേഷ് നാരായണൻ ഒരുക്കുന്ന വമ്പൻ സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ ഷാർജയിൽ ആരംഭിക്കും. ഈ ഷെഡ്യൂളിൽ മമ്മൂക്കയും ചാക്കോച്ചനും ഫഹദ് ഫാസിലും പങ്കെടുക്കുന്നുണ്ട്. ലാലേട്ടന്റെ ബാക്കി ഭാഗങ്ങൾ ഇനി ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ കാണുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം എമ്പുരാൻ തീർത്താൽ ഉടൻ തന്നെ വൃക്ഷപ്പ എന്ന സിനിമയുടെ അവശേഷിക്കുന്ന ഷൂട്ടിൽ താരം ജോയിൻ ചെയ്യും. തുടർന്ന് ബറോസിന്റെ റിലീസിന് ശേഷം ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാടൻ പടത്തിൽ താരം ജോയിൻ ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇതിൽ താടി വടിച്ച ഗെറ്റപ്പിൽ താരം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഐശ്വര്യലക്ഷ്മി നായികയാകുന്ന ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് പടമായിട്ടാണ് ഒരുക്കുന്നത്. 9 വർഷത്തിന് ശേഷം സത്യനന്ദിക്കാടും ലാലേട്ടനും ഒന്നിക്കുന്ന സിനിമയിലെ പ്രധാന ഒരു ലൊക്കേഷൻ പൂനെയാണ്. മികച്ച സിനിമകൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.